കേരളത്തിലെ പോലീസിനെ കുറിച്ച് ഊറ്റം കൊള്ളുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ കഴിഞ്ഞ 2 മാസത്തിനിടെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങൾക്ക് നേരെയും ബോംബ് ഭീഷണി ഉണ്ടായിട്ടും ഒരൊറ്റ ഒരുത്തനെ പോലും പിടിക്കാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ലജ്ജിച്ച് നമ്രശീർഷരായി നിൽക്കാനേ കഴിയുകയുള്ളൂ. നമ്രശീർഷരെ നമ്മൾ പേടിക്കേണ്ട, തല കുനിച്ച് നിൽക്കാനേ കഴിയുകയുള്ളൂ. എവിടെയൊക്കെയാണ് ഭീഷണി വന്നത്? വിമാനത്താവളത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി വന്ന വിഴിഞ്ഞം സീ പോർട്ടിൽ, അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം പോർട്ടിൽ, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നു. തലേ ദിവസം ബോംബ് ഭീഷണി. ഇവിടെ ഇപ്പോൾ ബോംബിട്ട് പൊട്ടിച്ച് കളയും. സംഗതി റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ സെക്രട്ടേറിയറ്റ്, സ്കൂളുകൾ, പിന്നെന്താണ് പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങൾക്ക് നേരെയും ഭരണസിരാ കേന്ദ്രത്തിനെതിരെയുമൊക്കെ ബോംബ് ഭീഷണി. എങ്ങനെ വരുന്നു? ഇമെയിൽ വഴി, ഗൂഗിളിൻ്റെ ഇമെയിൽ വഴി, അതുപോലെ ജിമെയിൽ വഴി, പിന്നെന്താണ് ഡാർക്ക് നെറ്റ് വഴി, ഹോട്ട്മെയിൽ വഴി, അതുപോലെ തന്നെ പല ഔട്ട്ലുക്ക് വഴി, അങ്ങനെയൊക്കെ മെയിൽ വഴിയാണ് ഈ ഭീഷണി സന്ദേശങ്ങൾ വരുന്നത്. ഭീഷണി സന്ദേശങ്ങൾ വരുന്നു, പോലീസ് അലർട്ടാകുന്നു, ജീവനക്കാരെയൊക്കെ ഒന്നാകെ ഒഴിപ്പിച്ചിട്ട് അവിടെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തുന്നു. ഈ പരിശോധന നടത്തുന്നതൊക്കെ ചുമ്മാതല്ല. എത്ര രൂപയാണ് ചെലവ് വരുന്നതെന്നറിയാമോ? ഒരു പരിശോധന നടത്തുന്നതിന് ഈ പകൽ നേരമാണ് പരിശോധനയെങ്കിൽ ജീവനക്കാരെയൊക്കെ ഒഴിവാക്കി ഒരു 2-3 മണിക്കൂറെങ്കിലും ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സർവീസ് സമയം മുഴുവൻ നഷ്ടമാണ്. അതുകൊണ്ട് ആ ജോലി ചെയ്യുന്ന സമയം നഷ്ടമാകുന്നതിലൂടെ ഉണ്ടാകുന്ന, പ്രവൃത്തി സമയം നഷ്ടമാകുന്നതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, അത് കോടിക്കണക്കിന് രൂപ വരും. പിന്നെ ഈ ഉദ്യോഗസ്ഥരുടെ പരിശോധനാ സമയം, ആ പരിശോധനയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകൾ, അത് ലക്ഷക്കണക്കിന് രൂപ വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ബോംബ് ഭീഷണി വരുമ്പോൾ അതിൻ്റെ പരിശോധനയ്ക്കും അതിൻ്റെ അനുബന്ധ ചെലവുകളും വെച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരും. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് കേരളത്തിൽ വന്ന ബോംബ് ഭീഷണി മാത്രം 200 എണ്ണം. എത്ര കോടി രൂപ ഖജനാവിൽ നിന്ന് നഷ്ടമായി? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപ ഈ വ്യാജ ബോംബ് ഭീഷണികളിലൂടെ ഖജനാവിന് നഷ്ടമായിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു ഇമെയിൽ വിലാസത്തിൽ നിന്ന് ഒരു സന്ദേശം മാത്രം. സംഗതി വ്യാജനാണോ ഒറിജിനലാണോ എന്നൊക്കെ പൊട്ടുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും പോലീസ് പോയി പരിശോധിക്കണം. രാവിലെ 7 മണിക്കാണ് സ്കൂളിൽ ബോംബ് വച്ചിട്ടുള്ളത് എന്ന് വിളിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസിന് പരിശോധിക്കാതിരിക്കാൻ കഴിയുമോ? പോലീസ് ഉടനെ അലേർട്ട് കൊടുക്കും. സ്കൂളിൽ ഇന്ന് ക്ലാസ് ഇല്ല, പിള്ളേരൊക്കെ പൊക്കോളാൻ പറയും. ഇത് സ്കൂളിലാണെങ്കിൽ കുഴപ്പമില്ല, പിള്ളേർ പൊടിയും തട്ടി വീട്ടിൽ പോയിരിക്കും. ഈ സർക്കാർ ഓഫീസിലാണെങ്കിലോ, സെക്രട്ടേറിയറ്റിലാണ് ബോംബ് വെച്ചിട്ടുള്ളതെന്ന് സന്ദേശം ലഭിക്കുന്നു. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ഇമെയിൽ വരുന്നു, സെക്രട്ടേറിയറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട്, 9:30 പൊട്ടും എന്നാണ് ബോംബ്. ഈ സന്ദേശം ലഭിച്ചാൽ അവിടെ ഇരിക്കുന്ന SHO എന്ത് ചെയ്യും? ആദ്യം ഒന്ന് കിടുകിടാ വിറയ്ക്കും. നേരെ കമ്മീഷണറെ വിളിച്ച് പറയും, സാറേ ഇതാ ഇവിടെ ബോംബ് ഭീഷണി വന്നിരിക്കുന്നു, സെക്രട്ടേറിയറ്റിൽ 9:30 പൊട്ടുമെന്നാണ് ഭീഷണി. ഉടനെ 4 പാടും ഫോൺ കോൾ പോകും, സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റുകൾ പൂട്ടും, ഉദ്യോഗസ്ഥരോട് പറയും എന്താണ് നോ എൻട്രി ബോർഡ് വെച്ചു, ഉദ്യോഗസ്ഥർക്ക് അകത്ത് കയറാൻ പറ്റില്ല, പ്രവൃത്തി സമയം ഡിം. ആ ദിവസം തീർന്നില്ലേ? എത്ര കോടി നഷ്ടം, എത്ര ഫയലുകൾ അവിടെ ഇരിക്കും. അപ്പോൾ ഈ വ്യാജ സന്ദേശം അയച്ചവൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക, കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക, കേരളത്തിൻ്റെ ഒരു പ്രവൃത്തി ദിവസം സെക്രട്ടേറിയറ്റ് മന്ദഗതിയിലാക്കുക, പ്രവൃത്തി തടസ്സപ്പെടുത്തുക. അവൻ്റെ ലക്ഷ്യം സഫലമാകും. പോലീസുകാർ അവിടെ പോകും, ഡോഗ് സ്ക്വാഡ് പോകും, ബോംബ് സ്ക്വാഡ് പോകും, വേറെ ഏതൊക്കെ ആംബുലൻസ് പോകും, ഫയർഫോഴ്സ് പോകും, ഫയർ എഞ്ചിൻ പോകും. ചറപറ പരിശോധന. എല്ലാ മേശക്കടിയിലും പടിക്കെട്ടിനടിയിലും എല്ലാ മാറ്റിനടിയിലും പരിശോധിക്കും. പരിശോധിച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. എന്നിട്ട് പറയും സന്ദേശം വ്യാജം. ആളുകളൊക്കെ തിരിച്ചു കയറ്റും. മണിക്കൂറുകൾ നഷ്ടം, 3-4 മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു, പ്രവൃത്തി സമയം നഷ്ടപ്പെട്ടു. പിന്നീട് ജീവനക്കാർ അയ്യോ ബോംബുണ്ടോ ഇല്ലയോ എന്ന ചർച്ച. അങ്ങനെയും 1-2 മണിക്കൂർ പോകും. ക്യാൻറ്റീനിൽ ചർച്ച, ഇന്ത്യൻ കോഫി ഹൗസിൽ ചർച്ച, പിന്നെന്താണ് ലഞ്ച് ടൈമിൽ ചർച്ച. അയ്യോ ഇന്ന് രാവിലെയാണ് ബോംബ് പൊട്ടണമെന്ന് ഭീഷണി വന്നത്, കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലാണ് വന്നതെന്ന് ഒരാൾ, പിന്നെ എന്താണ് കമ്മീഷണർ ഓഫീസിലാണ് വന്നതെന്ന് വേറൊരാൾ, വേറൊരു സംഘടന വേറൊരു തരത്തിൽ. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ. ആ ദിവസം മുഴുവൻ പാഴാകും. ഇല്ലേ? ഇതല്ലേ നടക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ? ഈ സംഭവം ഞാനീ പറയുന്നത് കേൾക്കുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഇങ്ങനെയല്ലേ ബോംബ് ഭീഷണി വരുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? എനിക്കറിയാം, എൻ്റെ അടുത്ത് ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെ ഒരു ദിവസം പാഴായി. മന്ത്രിമാർ വന്ന് അവിടെ, മന്ത്രിമാരുടെ ഓഫീസിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ജോലി നടക്കുന്നത്. അവരെന്തെങ്കിലും ഫയൽ നീക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കും. ചിലപ്പോൾ വലിയ കാര്യമായ ചർച്ചയൊക്കെ അവിടെ നടന്നിരിക്കും.
മറ്റ് ചർച്ചകൾ, ബോംബ് ഭീഷണിയെക്കുറിച്ച് എന്തോ ഏതോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും, കഴിഞ്ഞു. പിന്നെ മറ്റ് ചർച്ചകൾ നടന്നു എന്നിരിക്കാം. പക്ഷേ ജീവനക്കാർ അന്നേ ദിവസം ജോലി ചെയ്യുകയില്ല. കോടിക്കണക്കിന് രൂപ നഷ്ടം. എത്ര ഭീഷണി വന്നു? 200 ബോംബ് ഭീഷണി. ആരെ പിടിച്ചു? ആരെയും പിടിച്ചില്ല. ഇനി അന്വേഷിച്ചു പോയപ്പോൾ എന്താണ് കണ്ടത്? IP അഡ്രസ്സുകൾ വ്യാജം. സൈബർ സെൽ അന്വേഷിക്കാതെ ഒന്നും വരുന്നില്ല. IP അഡ്രസ്സുകൾ വ്യാജം. ഗൂഗിളും മൈക്രോസോഫ്റ്റും കൊടുത്ത തെളിവുകൾ പരിശോധിച്ചപ്പോൾ IP അഡ്രസ്സുകൾ വ്യാജം. ചിലതൊക്കെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നു, ചിലരൊക്കെ ഡൽഹിയിൽ നിന്നാണ്. ഡൽഹി, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. ചിലതെല്ലാം ഒരൊറ്റ വ്യക്തിയിൽ നിന്നാണ്. ഒരേ ഒരാൾ സ്റ്റാൻഡ് അലോൺ, ഒറ്റ ഒരുത്തനാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. ആരോ ഒരാളാണ് ഈ മുഴുവൻ വ്യാജ സന്ദേശവും അയച്ചിരിക്കുന്നത്. മുഴുവൻ വ്യാജ സന്ദേശവും ഒരാൾ തന്നെ അയക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും കുത്തിക്കഴപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അയക്കില്ലല്ലോ. എന്തോ കുത്തിക്കഴപ്പുള്ള ഒരുത്തൻ സർക്കാരിനെതിരെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്, സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ. സംഗതി യാതൊരു രക്തച്ചൊരിച്ചിലോ പ്രശ്നമോ വെടിവെപ്പോ കൊള്ളിവെപ്പോ തീവെപ്പോ മുദ്രാവാക്യം വിളിക്കലോ ഒന്നുമില്ല. അവൻ ഒറ്റ വ്യാജ സന്ദേശം അയക്കുന്നു, സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നു. ഇല്ലേ? വ്യാജ ബോംബ് ഭീഷണിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതും അത് തന്നെയായിരിക്കും. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഭീകരപ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് ഓടിച്ചിട്ട് പിടിക്കുന്നത് ഇവന്മാരെയൊക്കെ. അപ്പോൾ ചില സന്ദേശങ്ങൾ വന്നത് വിദേശത്തു നിന്നുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും 1-2 സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഡാർക്ക് നെറ്റ് വഴിയൊക്കെ വന്നിട്ടുണ്ട്. IP അഡ്രസ്സിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ഇനിയും സമയം വേണ്ടി വരുമെന്നാണ് സൈബർ പോലീസ് പറയുന്നത്. അതായത് ഇവരിപ്പോൾ ഫേക്ക് ID-യിൽ നിന്നാണ്, IP അഡ്രസ്സിലൂടെയാണ് ഇയാളിപ്പോൾ ഈ വ്യാജ സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളത്. ഈ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് അന്വേഷിച്ചു. അപ്പോൾ ഇതൊരു വ്യക്തിയാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായി. ഇയാളുടെ യഥാർത്ഥ IP അഡ്രസ്സ് ലഭിക്കണമെങ്കിൽ ഇനിയും അന്വേഷണം വേണമെന്നാണ് സൈബർ പോലീസ് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ വ്യാജ ബോംബ് ഭീഷണിയിലൂടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ, അല്ലെങ്കിൽ സംസ്ഥാന ഖജനാവിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മുദ്രാവാക്യം വിളികളോ കൊള്ളിവെപ്പോ തീവെപ്പോ ലാത്ത് ചാർജോ ജലപീരങ്കി പ്രയോഗമോ ഒന്നുമില്ലാതെ തന്നെ സംസ്ഥാന സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ ഈ വ്യാജ ബോംബ് ഭീഷണികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 200 ഭീഷണികളും ഒരുത്തന്റെ തലച്ചോറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്ന് പറയുമ്പോൾ ശരിക്കും മലയാളികൾ ഞെട്ടണം. സൈബർ പോലീസ് ഇവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കയ്യാമം വച്ച് തുറുങ്കിൽ അടച്ചില്ലെങ്കിൽ ഇവൻ ഇനിയും ഇത്തരം ഭീഷണികൾ മുഴക്കിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും.